എൻ്റെ നാട്ടുകാരനും സഹപ്രവർത്തകനുമായ എം എ ലത്തീഫ് സാർ, ഇവിടെ ഉലമാക്കളും വിദ്യാഭ്യാസ വിചക്ഷണരും ആയി ധാരാളം ആൾക്കാർ എത്തിയിട്ടുണ്ട്. ആരിഫ് സയ്യിദ് സാബ് പരിചയമില്ല, ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി, ശംസുദ്ദീൻ അലി സാഹിബ് കണ്ടു, എ എം നജീബ് മാസ്റ്റർ, എം എ ലത്തീഫ് സാഹിബ്, വാജിദ് റഹ്മാനി സാഹിബ് വർക്കാർ. അപ്പം അൽഹംദുലില്ലാഹ് ബുദ്ധിജീവികളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഞാൻ കാണുന്നത്. പക്ഷെ കുറച്ചും കൂടെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കാൻ കുറച്ചും കൂടെ ആൾക്കാരുണ്ടായിരുന്ന നന്നായനെ എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. ജസ്റ്റ് ഒരു അഭിപ്രായമാണ്. അൽഹംദുലില്ലാഹ് ഈ പരിപാടി വരാൻ അല്പം താമസിച്ചതിൽ ക്ഷമിക്കണം. ഞങ്ങള് ഷാർജയിൽ ഇന്ത്യൻ അസോസിയേഷന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അവർ നേരിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം കുറച്ച് താമസിച്ചു പോയി. 8 മണിക്ക് എത്താമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കുറച്ച് താമസിച്ചു പോയി. അതിന് ക്ഷമ ചോദിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. എന്താ കാരണം? എപ്പോഴെങ്കിലും സീനിയർ സാഹിബ് അവരെല്ലാം നമ്മൾ കണ്ടതുകൊണ്ടല്ല. പക്ഷെ അദ്ദേഹം നമ്മുടെ നാട്ടിൽ മലയാളി മുസ്ലിങ്ങൾക്ക്, മലയാളികളുടെ ഇടയിൽ അദ്ദേഹം വിട്ടേച്ചു പോയ അദ്ദേഹത്തിന്റെ മാർഗദർശനങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ, അദ്ദേഹം മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ചെയ്ത ആദ്യകാല പരിശ്രമങ്ങൾ, ഇതൊക്കെ വാസ്തവത്തിൽ എന്നും എന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫാനാക്കി മാറ്റാൻ അതിന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഓർക്കണം, സീനി സാഹിബും CK മുഹമ്മദ് കോയ സാഹിബും ബാബയ്ക്ക് തങ്ങളും എല്ലാം ജീവിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മർഹൂം CKP ചെറിയമ്മ KV സാഹിബ്, അങ്ങനെയുള്ള മഹാന്മാർ ജീവിച്ച കാലത്ത് അവർക്ക് വഴികാട്ടാൻ മുമ്പ് നേതൃത്വം ഉണ്ടായിരുന്നില്ല നമ്മുടെ കേരളത്തിൽ. പക്ഷെ അതൊരു ഒറിജിനൽ, അവരുടെ ചിന്ത ഒറിജിനാലിറ്റി ഉള്ളതായിരുന്നു. അവരുടെ ഫിക്ർ എന്തായിരുന്നു? മുസ്ലിം ഉമ്മത്ത് ഇനി അങ്ങോട്ട് പോകും. വല്ലാത്ത അവസ്ഥയായിരുന്നു. 1947 വിഭജനം നടക്കുമ്പോൾ 3-4 വയസ്സ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ പറയുന്ന കേൾക്കും, നമ്മളെല്ലാം ഓരോ വീടുകളും അന്യജാതിക്കാർ, ഇന്ന വീട് ഇന്ന ആൾക്കാണ്, ഇന്ന വീട് ഞങ്ങൾ ഇന്ന ആൾക്കാണെന്ന് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചെറുപ്പകാലത്ത് ഓടി വെച്ചെടുക്കാണ്. കാരണം എന്താ? മുസ്ലിങ്ങൾക്ക് രാജ്യം കിട്ടി, നിങ്ങളെല്ലാം ഇവിടുന്ന് പോണ്ടവരാണ് എന്നുള്ളവര്. കാരണം പുതിയ സാധാരണക്കാരിടയിൽ അങ്ങനെയുള്ള ഒരു തോന്നലുണ്ട് വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ത്യൻ പാർട്ടീഷന്റെ യഥാർത്ഥ പ്രത്യാഘാതം, യഥാർത്ഥ ദുരിതം അനുഭവിച്ചത് വടക്കേ ഇന്ത്യക്കാരാണെങ്കിലും തെക്കേ ഇന്ത്യയിലും അതിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഒരു ഭീകരമായ അന്തരീക്ഷം. എന്ത് ചെയ്യും? ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന എഡ്യൂക്കേറ്റഡ് ബ്യൂറോക്രാറ്റ്സ്, അന്നത്തെ ICS ഓഫീസർമാരെല്ലാം
ജഡ്ജിമാരും ഗവൺമെന്റ് വലിയ ഉദ്യോഗസ്ഥന്മാരുമെല്ലാം നവാബ്മാരും കഴിവുള്ളവരും പണക്കാരുമെല്ലാം വടക്കേ ഇന്ത്യക്കാരായിരുന്നു. അവർ ഇതിൽ നല്ല ഭൂരിപക്ഷം, എനിക്ക് പെർസെന്റേജ് പറയാൻ പറ്റില്ല, എന്നാൽ 90% ഭൂരിപക്ഷം അവരെല്ലാം നാടുവിട്ടുപോയി. ഇപ്പോൾ ആ പാർട്ടീഷൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക്, ലോക മുസ്ലിങ്ങൾക്ക് നന്മ ഉണ്ടാക്കിയോ തിന്മയുണ്ടാക്കിയോ അത് വേറൊരു വിഷയമാണ്. നമ്മൾ ഇന്നത്തെ വിഷയമല്ല, ദീർഘമായി അവലോകനം സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ഇന്ത്യൻ മുസ്ലിങ്ങൾ ധാരാളം ദുരിതം അതുകൊണ്ട് അനുഭവിച്ചു. ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾ അതുകൊണ്ട് ദുരിതം അനുഭവിച്ചു. പക്ഷെ അതിന്റെ ഫൈനൽ എൻഡ് റിസൾട്ട് എന്താണെന്നുള്ളത് അത് ചരിത്രം ഏകദേശം ഇങ്ങനെ അതിന്റെ റിസൾട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യയിൽ അവശേഷിക്കുന്ന മൈനോറിറ്റി ആയ മുസ്ലിങ്ങൾ, ഒന്ന്, ഈ മുസ്ലിം സമൂഹത്തോട് നമ്മുടെ രാഷ്ട്രം, മറ്റ് മതസ്ഥർ, നമ്മുടെ ഭരണകൂടം, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, വിദ്യാഭ്യാസ ചിന്തകന്മാർ, സാഹിത്യകാരന്മാർ അവരോട് നമ്മളോട് കാണിക്കുന്ന അപ്രോച്ച് ഒരു ഭാഗത്ത്. രണ്ടാമത്തത്, നാം സ്വയം അനുവർത്തിക്കേണ്ട, നാം സ്വയം ജീവിക്കേണ്ട രീതിയിലാണ് നാം ജീവിക്കുന്നത്. നാം സ്വയം എന്ത് ആശയത്തിനോട്, അതായത് എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്, ഈ ലക്ഷ്യത്തിലെ കൂടി മുമ്പോട്ട് പോയാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം കാണാൻ സാധിക്കുമോ? ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഒറ്റ സിംഗിൾ ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളതാണ്.